കേരളത്തിന് കനത്ത പ്രഹരമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ജനാധിപത്യം എന്ന പ്രയോഗത്തെ ഇടതുപക്ഷം മറന്നു എന്നതാണ് ഈ തോൽവിയുടെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയം മുതൽ അത് പ്രതിഫലിച്ചു. ജനങ്ങളോട് സംവദിക്കുന്നതിൽ ഇടതിന് വീഴ്ച പറ്റി. മുതിർന്നവരും പാരമ്പര്യമുള്ള പ്രവർത്തകരിൽ പലരും സ്തുതിപാഠകരുടെയും ഇത്തിൽക്കണ്ണികളുടെയും പിടിയിലാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഇ.പി. ജയരാജൻ പോളിംഗ് ദിവസം സൃഷ്ടിച്ച വിവാദം അതിന് ഉദാഹരണം തന്നെയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രഹരമാണ് 2020 നിന്നും CPM-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ 2020 മത്സരിച്ചെങ്കിലും പാർട്ടിക്ക് അടിത്തറയുള്ള കുന്നത്തുനാട്ടിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തുടർച്ചയായ രണ്ടാം വിജയം നേടിയ ബെന്നി ബെഹനാൻ ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. കുന്നത്തുനാട്ടിൽ 46,163 വോട്ട് നേടിയാണ് 2020 LDF-നെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്തെത്തിയത്. LDF-ന് ഇവിടെ 39,989 വോട്ട് മാത്രമാണ് നേടാനായത്. UDF-നാകട്ടെ 52,523 വോട്ടും നേടാനായി. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ 2020-യുടെ അടിയൊഴുക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം ബെന്നി ബെഹനാൻ മറികടന്നു. എന്നാൽ 2020 മത്സര രംഗത്തില്ലാതിരുന്ന 2019 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കുറവാണ് ഈ മണ്ഡലങ്ങളിൽ ഇത്തവണ ബെന്നി ബെഹനാന് നേടാനായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020-യുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെയും പ്രഭാവത്തിൽ നിറം മങ്ങിയ UDF ഇത്തവണ എതിരാളികളെ മികച്ച വ്യത്യാസത്തിൽ പിന്തള്ളി. മണ്ഡലത്തിൽ LDF-നും NDA-ക്കും ഗണ്യമായി വോട്ട് കുറഞ്ഞു. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് 52,523 വോട്ട് ലഭിച്ചപ്പോൾ 46,163 വോട്ടുമായി 2020 സ്ഥാനാർത്ഥി ചാർലി പോൾ രണ്ടാം സ്ഥാനത്തെത്തി. വ്യത്യാസം 6,360. LDF സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥിന് ലഭിച്ചത് 39,089 വോട്ട്. UDF-യുമായുള്ള വ്യത്യാസം 13,434 വോട്ടിൻ്റേത്. NDA-ക്ക് 8,145 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ ബെന്നി ബെഹനാൻ ഭൂരിപക്ഷം 17,331 വോട്ടായിരുന്നു. എന്തുതന്നെയാണെങ്കിലും കണക്കുകൾ കാണിക്കുന്നത് 2020-യുടെ ഈ നേട്ടം തങ്ങളുടെ പ്രധാന ശത്രുവായ CPM-മേലുള്ള വിജയം തന്നെയാണ്. CPM-ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയും.